അധ്യായം 19. അവർ കൊട്ടാരത്തിന് മുൻവശത്തെത്തി. കൊട്ടാരത്തിന്റെ മുകൾ ഭാഗം തകർന്നുപോയി. ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ? ചീഫ് ചോദിച്ചു. റോഷൻ ചക്രവർത്തി എവിടെ? പുഷ്പരാജ് ചോദിച്ചു. ഇതാ ഇവിടെയുണ്ട്. ഇരുളിൽ ശബ്ദം കേട്ടു. പുഷ്പരാജ് ലൈറ്റ് തെളിച്ചു. ചക്രവർത്തിയുടെ നെറ്റിയിൽ നിന്നും രക്തം ഒഴുകുന്നു. എന്തുപറ്റി? മോഹിനി സാരി വലിച്ചു കീറി മുറിവ് കെട്ടി. മുകളിൽ നിന്നും എന്തോ വീണതാണ്, അദ്ദേഹം പറഞ്ഞു. പുഷ്പരാജ് താഴേക്ക് ലൈറ്റ് തെളിച്ചു. താഴെ ഒരു കത്തി കുത്തി നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഇതാ വരുന്നു. പുഷ്പരാജ് ഇടതുകൈയിൽ ടോർച്ചും വലതുകൈയിൽ റിവോൾവറുമായി ഓടി. കൊട്ടാരത്തിനുള്ളിൽ അദ്ദേഹം കയറി. അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന മുറിയിൽ കൊളുത്തിവച്ചിരുന്ന വിളക്ക് കെട്ടുപോയിരുന്നു. മുകളിൽ നിന്ന് മച്ചിന്റെ ഒരു ഭാഗം അടർന്നു വീണ് അവിടമെല്ലാം തകർന്നു കിടന്നു. പുഷ്പരാജ് വളരെ ജാഗ്രതയോടെ അതിനിടയിൽ കൂടി മുകളിലേക്കുള്ള ഇടുങ്ങിയ ഗോവണിയിൽ കൂടി കയറി. സ്ഫോടനഫലമായി ഗോവണി ഇളകിയാടി. അദ്ദേഹം മുകളിലെത്തി. ഇരുവശവും അടഞ്ഞുകിടന്നിരുന്ന മുറികളുടെ നടുവിൽ കൂടി ഇരുളടഞ്ഞ ഇടനാഴിയിൽ കൂടി അദ്ദേഹം തന്റെ ചെറിയ സ്പോട്ട്ലൈറ്റ് തെളിച്ച് അതിവേഗം നടന്നു. ആ ഇടനാഴി അവസാനിക്കുന്ന ഭാഗത്തുള്ള ജനാലയ്ക്കൽ ആരോ അനങ്ങുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. പുഷ്പരാജ് അതിവേഗം ഓടിയെത്തി താഴേക്ക് ചാടുവാൻ ഒരുങ്ങി നിന്ന ആ രൂപത്തെ കടന്നു പിടിച്ചു. അത് ഒരു സ്ത്രീയായിരുന്നു. വെള്ള നിറത്തിലുള്ള ഫ്രോക്ക് ധരിച്ച ഒരു യുവതി. അവൾ എതിർത്തു നോക്കി. പക്ഷെ ശക്തമായ പുഷ്പരാജിന്റെ കരത്തിൽ അവൾ അമർന്നുപോയി. അനങ്ങിപ്പോയാൽ നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും, അദ്ദേഹം താക്കീത് ചെയ്തു. രക്ഷപ്പെടുവാൻ മറ്റു പോംവഴിയില്ലാതായപ്പോൾ അവൾ കീഴടങ്ങി. അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പുഷ്പരാജ് നടന്നു. അവളുടെ തോളിൽ ഒരു ബാഗ് കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഇടയ്ക്ക് അവളുടെ ഇടതുകൈ ആ ബാഗിൽ സ്പർശിച്ചു. പുഷ്പരാജ് കൈ തട്ടി മാറ്റി. ആ ബാഗ് അദ്ദേഹം കൈക്കലാക്കി. അവളെയും കൊണ്ട് അദ്ദേഹം താഴെ എത്തി. ചീഫ് ബാനർജിയും കൂട്ടരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ അത്ഭുതത്തോടെ പുഷ്പരാജിനെയും അപരിചിതയായ സ്ത്രീയെയും മാറി മാറി നോക്കി. ഇവൾ? ബാനർജി ചോദിച്ചു. ഇവളാണ് ബോംബ് പ്രയോഗിച്ചത്. ബാക്കി ഈ ബാഗിലുണ്ട്. പുഷ്പരാജ് ബാഗ് ചീഫിന്റെ കയ്യിൽ കൊടുത്തു. പുഷ്പരാജ് അവളുടെ കൈകൾ പിന്നിലേക്ക് കെട്ടി. ഇവളായിരിക്കണം കാറിന് മുന്നിൽ കൂടി ഓടിയത്. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുഷ്പരാജ് ചിന്തിച്ചു. ബാനർജിയുടെ ബംഗ്ലാവിലേക്കാണ് അവർ പോയത്. ബംഗ്ലാവിലെത്തിയപ്പോൾ അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ഡോക്ടർ സമദ് അവളെ പരിശോധിച്ചു. ഡോക്ടർ മോഹിനി അത്യാവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ബാനർജിയുടെ വസതിയിൽ വച്ചിരുന്നതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സമദ് പറഞ്ഞു. അതിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. ഇരുകരങ്ങളും പിന്നിൽ ബന്ധിച്ച രീതിയിലാണ് അവളെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പുഷ്പരാജ് പിറുപിറുത്തു. അവളെ ആ മുറിയിൽ കിടത്തിക്കൊള്ളൂ, ബാനർജി പറഞ്ഞു. പുഷ്പരാജ് ഡോക്ടർ സമദിനെ വസതിയിൽ കൊണ്ടാക്കിയ ശേഷം മോഹിനിയെ അമ്മാവിന്റെ അടുത്തു കൊണ്ടുപോയി വിട്ടു. ഏതായാലും അവളെ കിട്ടിയത് നന്നായി. തിരികെ ചീഫിന്റെ ബംഗ്ലാവിലേക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പുഷ്പരാജ് ചിന്തിച്ചു. താൻ പ്രതീക്ഷിക്കുന്ന അജ്ഞാതനായ മനുഷ്യൻ തന്നെ ആയിരിക്കും അവളെ പറഞ്ഞുവിട്ടത്. പുഷ്പരാജിന്റെ ചിന്തയിൽ അവളുടെ രൂപം അലോസരപ്പെടുത്തി. ചീഫിന്റെ ബംഗ്ലാവിലെത്തിയപ്പോൾ റോഷൻ ചക്രവർത്തി പോയി കഴിഞ്ഞു. ചീഫും പുഷ്പരാജും കൂടി അന്നുവരെ നടന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നു. കൊട്ടാരത്തിൽ നാം കോൺഫറൻസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാർ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് പോയി മറയുന്നത് ശ്രദ്ധിച്ചുവോ? ബാനർജി ചോദിച്ചു. ഞാൻ കണ്ടു. അത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പോയതല്ലേ? പുഷ്പരാജ് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ ആ സമയം നാം അതിനെ പിന്തുടർന്നാൽ പ്രയോജനമില്ലെന്ന് എനിക്ക് തോന്നി. തന്നെയുമല്ല, ആ കാർ ഗേറ്റു കടന്ന ഉടൻ തന്നെയാണ് സ്ഫോടനം നടന്നത്. പിന്നെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല, ചീഫ് പറഞ്ഞു. കാർ അവിടെ നിന്നുപോയതും അതേ തുടർന്ന് സ്ഫോടനമുണ്ടായതും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്കുള്ള ഒരടയാളമായിരുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാമോ? പുഷ്പരാജ് ചോദിച്ചു. അങ്ങനെയാണെങ്കിലോ? ചീഫ് തിരക്കി. ആ കാർ അവിടെ നിന്നും ഓടിച്ചു പോയത് ഡിറ്റക്റ്റീവ് സുധീർ ആയിരുന്നു. പുഷ്പരാജ് അത്ഭുതപ്പെട്ടു. എന്ത്, സുധീറോ? ബാനർജി അത്ഭുതപ്പെട്ടു. അതെ, എന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത്, പുഷ്പരാജ് പറഞ്ഞു. അതിനുള്ള കാരണം? ചീഫ് പെട്ടെന്ന് ചോദിച്ചു.
അവിടെ നാം ഇന്ന് കോൺഫറൻസ് വയ്ക്കുമെന്നുള്ള കാര്യം തീർച്ചയായും നമ്മുടെ എതിരാളി അറിഞ്ഞിരിക്കണമല്ലോ. ആ നിഗമനത്തോടെയാണല്ലോ നാം മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ നമ്മെ നശിപ്പിക്കുവാൻ ആലോചന നടത്തുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ സ്ഥിതിഗതികൾ വീക്ഷിച്ച ശേഷം അവനോ അവന്റെ ആളുകളോ അവിടെ നിന്നും പെട്ടെന്ന് പോകുമെന്നും ഞാൻ കണക്കുകൂട്ടി. അതനുസരിച്ച് സുധീർ ഒരു പ്രത്യേക സമയത്ത് കാർ അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ കാർ പോയി കഴിഞ്ഞാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഗ്രനേഡ് എറിഞ്ഞത് ഇതിനുള്ളിലുള്ള ആ യുവതിയാണെന്നുള്ളതിന് സംശയമില്ല. അവിടെ നാം ഇന്ന് കോൺഫറൻസ് വയ്ക്കുമെന്നുള്ള കാര്യം തീർച്ചയായും നമ്മുടെ എതിരാളി അറിഞ്ഞിരിക്കണമല്ലോ. ആ നിഗമനത്തിലൂടെയാണല്ലോ നാം മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ നമ്മെ നശിപ്പിക്കുവാൻ ആലോചന നടത്തുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ സ്ഥിതിഗതികൾ വീക്ഷിച്ച ശേഷം അവനോ അവന്റെ ആളുകളോ അവിടെ നിന്നും പെട്ടെന്ന് പോകുമെന്നും ഞാൻ കണക്കുകൂട്ടി. അതനുസരിച്ച് സുധീർ ഒരു പ്രത്യേക സമയത്ത് കാർ അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ കാർ പോയി കഴിഞ്ഞാണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഗ്രനേഡ് എറിഞ്ഞത് ഇതിനുള്ളിലുള്ള ആ യുവതിയാണെന്നുള്ളതിന് സംശയമില്ല. അവൾ ആരാണെന്നും ആരാണ് അവളെ പ്രേരിപ്പിച്ചതെന്നും നമുക്ക് അവളിൽ നിന്ന് അറിയുവാൻ കഴിയും. പുഷ്പരാജ് വിശദീകരണം നൽകി. രാത്രി സമയം വളരെയായിരുന്നു. മണി 2 കഴിഞ്ഞു. ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്നു. ഈ രാത്രിയിൽ ഞാനിവിടെ ആവശ്യമുണ്ടോ? പുഷ്പരാജ് അന്വേഷിച്ചു. വേണ്ട, താങ്കൾ പൊയ്ക്കോളൂ. രാവിലെ മോഹിനിയെ ഇങ്ങോട്ട് അയക്കണം. ആ പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞോ എന്നറിയണം. ബാനർജി പറഞ്ഞു. ശരി, അങ്ങനെയാവട്ടെ. ഗുഡ് നൈറ്റ്. പുഷ്പരാജ് ഇറങ്ങി. അദ്ദേഹം നേരെ തന്റെ ഹോട്ടലിലേക്കാണ് പോയത്. വാച്ചർ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. സർ, സാറിനെ അന്വേഷിച്ച് ഒരു സ്ത്രീ വന്നിരുന്നു. അവൾ ഒരു കത്ത് തന്നു. അയാൾ തന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കവർ എടുത്ത് പുഷ്പരാജിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം കാർ ഒരു മൂലയിൽ ഒതുക്കിയിട്ട ശേഷം തന്റെ മുറിയിലെത്തി. ഡ്രസ്സ് മാറിയ ശേഷം അദ്ദേഹം കിടക്കയിൽ ചാരിയിരുന്ന് കത്ത് പൊട്ടിച്ചു. സർ, താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കഴിയുന്നു. ഇന്നിവിടെ പുതുതായി ഒരു മനുഷ്യൻ വന്നിരുന്നു. അയാൾ യോഗയെക്കുറിച്ച് എന്നോട് ചോദിച്ചു. ഒരു രാത്രി എന്നോടൊത്ത് കഴിയണമെന്ന് നിർബന്ധിച്ചു. താങ്കളത് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും അപകടം നേരിടുമെന്ന് സംശയം തോന്നിയാൽ ഞാൻ അയാളെ വെടിവെക്കും എന്ന് റാണി. പുഷ്പരാജ് കത്തുമടക്കി ടീപ്പോയിൽ വെച്ചു. അവൾ അവിടെ എവിടെയായിരിക്കും പോയിരിക്കുക? അദ്ദേഹം ചിന്തിച്ചു. മണി 2:30. ഈ സമയം ഫോൺ ബെൽ ശബ്ദിച്ചു. പുഷ്പരാജ് റിസീവർ എടുത്തു. റാണിയാണോ? വന്നില്ലേ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? ശരി. അദ്ദേഹം റിസീവർ വെച്ചു. അവളെ അന്വേഷിച്ച മനുഷ്യൻ വന്നില്ല. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വന്നു. പുഷ്പരാജ് അവളെ സംശയത്തോടെയാണ് വീക്ഷിച്ചത്. താങ്കൾ എന്താണിങ്ങനെ നോക്കുന്നത്? ഞാൻ സ്വമനസാലെ താങ്കളെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അവൾ താണസ്വരത്തിൽ പറഞ്ഞു. നീ ആരെയാണ് കാത്തത്? അദ്ദേഹം ചോദിച്ചു. ആ മനുഷ്യൻ മലയാളിയല്ല, ബംഗാളിയാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. അതെങ്ങനെ അറിയാം? സംസാരത്തിൽ നിന്നും മനസ്സിലായി. എന്തിനാണ് അയാൾ നിന്നെ ക്ഷണിച്ചത്? താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. പിന്നെ ആ മനുഷ്യന് ആശ്രമത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയണമെന്നു പറഞ്ഞു. ആശ്രമത്തെക്കുറിച്ച് നീ എന്തു മനസ്സിലാക്കി? അവിടെ പുതുതായി വന്ന മനുഷ്യനാണ് അയാൾ. പേരു പറഞ്ഞോ? ഇല്ല. ശരി, നീ ഉറങ്ങിക്കോളൂ. അതിനു മുൻപ് പുഷ്പരാജ് ബ്രീഫ് കേസിൽ നിന്നും 2 വിലങ്ങുകൾ എടുത്തു. ഇതെന്തിനാണ്? രാത്രിയിൽ നീ എണീക്കാതിരിക്കുവാനാണ്. അദ്ദേഹം പറഞ്ഞത് അവൾ അനുസരിച്ചു. അവൾ കിടന്നു. പുഷ്പരാജ് ലൈറ്റ് അണച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മുറിക്കുള്ളിൽ ഒരലർച്ച കേട്ടു. അധ്യായം 20. അദ്ദേഹം ഞെട്ടി ഉണർന്നു. റാണി ഉറങ്ങുന്ന കട്ടിലിൽ ഞരക്കം കേൾക്കാം. പുഷ്പരാജ് ടേബിൾ ലാമ്പിന്റെ സ്വിച്ചിട്ടു. ലൈറ്റ് തെളിഞ്ഞു. അദ്ദേഹം അവൾ കിടക്കുന്ന ഭാഗത്തേക്ക് കണ്ണോടിച്ചു. റാണി അടികൊണ്ട് പാമ്പിനെ പോലെ ഞെളി പിരികൊള്ളുകയാണ്. പുഷ്പരാജ് എണീറ്റ് അവളുടെ അടുത്ത് ചെന്നു. മുറിക്കുള്ളിലെ പ്രധാന ലൈറ്റിന്റെ സ്വിച്ചിൽ അദ്ദേഹം വിരലമർത്തി. പ്രകാശപൂർണമായ മുറിക്കുള്ളിൽ അവളുടെ മുഖം അദ്ദേഹം കണ്ടു. അത് വിവർണമാകുന്നത് അദ്ദേഹം നോക്കി. പെട്ടെന്ന് പുഷ്പരാജിനൊരു യുക്തി തോന്നി. അദ്ദേഹം ടെലിഫോണിനടുത്തെത്തി. റിസീവർ എടുത്ത് നമ്പർ പറഞ്ഞു. ഹലോ, അല്ലേ? ഞാൻ തന്നെ. ഉറങ്ങുകയാണോ? ഒന്ന് വിളിക്കൂ. ശരി.
അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ ക്ഷമിക്കണം, റാണിക്ക് ആ ലക്ഷണങ്ങൾ തുടങ്ങി. ശരി, നന്ദി. റിസീവർ വെച്ച് അദ്ദേഹം അവളുടെ അടുത്തെത്തി. ഏതോ ആന്തരിക പ്രേരണ അവളെ ആവാഹിക്കുന്നത് പോലെ തോന്നി. അവൾ എണീക്കുവാൻ ശ്രമിക്കുകയാണ്. അവളുടെ മുഖത്തിന് തന്നെ മാറ്റം വന്നിരിക്കുന്നു. പൈശാചികമായ ഭാവം. വിലങ്ങുകൾ പൊട്ടിക്കുവാൻ അവൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. വാതിൽക്കൽ തട്ടുന്നത് കേട്ടു. പുഷ്പരാജ് തഴുതെടുത്തു. ഡോക്ടർ സമ്മദ് വന്നിരിക്കുന്നു. വരൂ ഡോക്ടർ. പുഷ്പരാജ് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. ഡോക്ടർ അകത്ത് കടന്നയുടനെ പുഷ്പരാജ് വാതിൽ തഴുതിട്ടു. ഇതാ നോക്കൂ, അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ബ്രീഫ് കേസ് വെച്ച ശേഷം അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നത് സ്വീകരിക്കുമോ? ഡോക്ടർ ചോദിച്ചു. ഉവ്വ്. പുഷ്പരാജ് സമ്മതിച്ചു. ഇവളെ സ്വതന്ത്രയാക്കൂ, ഡോക്ടർ സമ്മദ് പറഞ്ഞു. വളരെ സൂക്ഷിക്കണം, പുഷ്പരാജ് വിലങ്ങുകൾ അഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അവൾ കട്ടിലിൽ കിടന്ന് ഞരങ്ങുവാനും മൂളുവാനും തുടങ്ങി. ഡോക്ടർ സമ്മദ് അവളുടെ ചെയ്തികൾ വീക്ഷിച്ചുകൊണ്ട് നിന്നു. നിമിഷങ്ങൾ നിശബ്ദത ആ മുറിക്കുള്ളിൽ തങ്ങി നിന്നു. അവൾ സാവധാനം കിടക്കയിൽ നിന്നും എണീറ്റു. ആ സമയം അവളുടെ മുഖം ഭീകരമായിരുന്നു. അവളുടെ നോട്ടം ആദ്യം ഡോക്ടറിൽ പതിഞ്ഞു. രൂക്ഷമായി അവൾ ഡോക്ടറെ നോക്കിയ ശേഷം തലയിണയ്ക്കിടയിൽ പരതി. അതെടുത്ത് മാറ്റിക്കൊള്ളൂ. ഡോക്ടർ അവൾ തലയിണ നീക്കിയപ്പോൾ അതിനിടയിൽ കാണപ്പെട്ട റിവോൾവറിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല, പുഷ്പരാജ് പറഞ്ഞു. അവൾ റിവോൾവർ എടുത്തു. ഡോക്ടറുടെ നേർക്ക് കാഞ്ചി വലിച്ചു. പുഷ്പരാജ് തിരകൾ മാറ്റിയിരുന്നതുകൊണ്ട് വെടിശബ്ദം കേട്ടില്ല. അടുത്ത പടി അവൾ പുഷ്പരാജിന്റെ നേർക്ക് തിരിഞ്ഞ് ട്രിഗർ വലിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തിന് മാറ്റമുണ്ടായി. ഇല്ല, വെടി പൊട്ടിയില്ല. ഡോക്ടർ അവളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? അവൾ ആവർത്തിച്ചു കാഞ്ചി വലിച്ചു. നിന്റെ ജോലി പൂർത്തിയായി, ഡോക്ടർ പറഞ്ഞു. അവൾ പഴയതുപോലെ കട്ടിലിൽ കിടന്നു. അവളുടെ പഴയ രൂപം തിരികെ ലഭിച്ചു. എന്താണിത്? തണുത്ത വെള്ളം ഗ്ലാസിൽ പകർന്നു വയ്ക്കുന്നതിനിടയിൽ പുഷ്പരാജ് ഡോക്ടർ സമദിനോട് ചോദിച്ചു. തണുത്ത വെള്ളം കുടിച്ച ശേഷം ഡോക്ടർ കസേരയിലിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണിത്. ടെലിപ്പതിയുടെ പൂർത്തീകരിച്ച ഒരു പ്രക്രിയയാണ് നാം ഇവിടെ കണ്ടത്. ഇതുമാത്രം ഈ ശാഖ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്, ഡോക്ടർ തുടർന്നു. പുഷ്പരാജ് വെള്ളം കുടിച്ച ശേഷം ഒരു സിഗരറ്റിന് തീ കൊടുത്തു. എന്താണ് ഡോക്ടർ? പുഷ്പരാജ് അബോധാവസ്ഥയിൽ കിടക്കുന്ന റാണിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ സമദിനോട് ചോദിച്ചു. നാം ഇപ്പോൾ കണ്ടത് ടെലിപ്പതിയുടെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണ്. ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഇതിന് പല പേരുകളും ഉണ്ടായിരുന്നു. കൂട് വിട്ട് കൂടുമാറുക, പരഹൃദയജ്ഞാനം എന്നിങ്ങനെയുള്ള ഈ ചെയ്തികൾ മന്ത്രവാദവുമായി ബന്ധപ്പെടുത്തിയാണ് നാം കേട്ടിട്ടുള്ളത്. മനുഷ്യരിൽ തന്നെ അസാമാന്യ ഹൃദയകാഠിന്യമുള്ളവരും അതുപോലെ ദുർബലരുമുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള ചതിവും വഞ്ചനയും നടത്തിയാലും പൊതുജന മധ്യത്തിൽ യാതൊരു കുലുക്കവുമില്ലാതെ നടക്കുന്നവരില്ലേ? അതുപോലെ മറ്റൊരു വിഭാഗം മനസ്സിനെ ശരിക്ക് ക്രോഡീകരിച്ച് സംയമനം ചെയ്ത അസ്ത്രങ്ങളെ പോലെ രൂപാന്തരപ്പെടുന്നു. നമ്മുടെ നിത്യജീവിതത്തിലെ ചില അനുഭവങ്ങൾ തന്നെ എടുക്കാം. ഒരാളെക്കുറിച്ച് നാം ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ ആ മനുഷ്യൻ പെട്ടെന്ന് യാദൃശ്ചികമായി നമ്മുടെ അടുത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ. അതുപോലെ പണ്ടുകാലത്ത് ഋഷിമാർ ശപിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ശാപം എന്നുള്ളത് മനുഷ്യ മനസ്സിൽ നിന്നും ഉത്ഭുതമാകുന്ന ഒരു പ്രക്രിയയാണ്. ഒരാളെ മറ്റൊരാൾ ശപിക്കുന്നുവെന്നിരിക്കട്ടെ, ശപിക്കുന്ന ആൾക്ക് മറ്റേയാളിൽ നിന്ന് ക്രൂരവും നിഷ്കൃഷ്ടവുമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അയാളുടെ വിശ്വസ്തനും സ്നേഹിതനുമായി നടന്ന ശേഷം അയാളെ വഞ്ചിച്ചു കാണും. ആ വഞ്ചന അയാളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞു കാണും. അങ്ങനെയുള്ള അവസരത്തിൽ സാധാരണഗതിയിൽ അയാൾ ശപിക്കുന്നു. ആ ശാപം നിരന്തരമായി അയാളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് വൈദ്യുത തരംഗങ്ങൾ പോലെ മറ്റേയാളുടെ ഹൃദയത്തിലോ അയാളുടെ അബോധ മനസ്സിലോ തറയ്ക്കുന്നു. വഞ്ചിച്ചുവെന്ന് പറയുന്ന ആളുടെ മനസ്സിലും ഈ വികാരം കാണും. താൻ സുഹൃത്തിനെ വഞ്ചിച്ചുവല്ലോ എന്നുള്ള കുറ്റബോധം അയാളെ അലട്ടിക്കൊണ്ടിരിക്കും. ആ കുറ്റബോധം അയാളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ദുർബലമാക്കിക്കൊണ്ടിരിക്കും. ഇത് അയാളുടെ സമനില തെറ്റിക്കും. ആ അവസരത്തിലാണ് വഞ്ചിക്കപ്പെട്ട ആളിന്റെ ശാപവചനങ്ങൾ വൈദ്യുത തരംഗങ്ങൾ പോലെ ഇയാളുടെ ദുർബല മനസ്സിനെ ആക്രമിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ എന്നതുപോലെ പരസ്പരാകർഷണമുണ്ടെന്ന് നാം ഓർക്കണം.
ഡോക്ടർ തുടർന്നു. പ്രപഞ്ചത്തിലെ ഓരോ അണുക്കളും തമ്മിൽ ബന്ധമുണ്ട്. വിശദീകരിച്ചാൽ അവിശ്വസനീയമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഇല്ലേ? എ എന്ന ആൾ ബിയെ രാത്രി വിളിച്ചുണർത്തുന്നു. എ വെറുതെ കാണുവാൻ വന്നതാണ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്ഥലം വിടുന്നു. രാവിലെ കേൾക്കുന്നത് എയുടെ മരണവാർത്തയാണ്. മരണസമയം അന്വേഷിക്കുമ്പോൾ ബിയെ വിളിച്ചുണർത്തിയെന്ന് പറയുന്ന സമയവുമായി ബന്ധമുണ്ടായിരിക്കും. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സമദ് എണീറ്റ് തണുത്ത വെള്ളം നിറച്ച കുപ്പിയെടുത്ത് ഗ്ലാസിൽ പകർന്നു കുടിച്ചു. ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങൾ ടെലിപ്പതിയുടെ സഹായത്തോടെ ചെയ്തിട്ടുള്ളതായി അനുമാനിക്കാം. ഡാലിയ എന്ന യുവതിയെ ടെലിപ്പതിക്ക് വിധേയമാക്കിയാണ് രതീഷിന്റെ മുറിയിൽ എത്തിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു, ഡോക്ടർ സമദ് പറഞ്ഞു. പക്ഷേ രതീഷാണ് കൊല ചെയ്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു, പുഷ്പരാജ് പറഞ്ഞു. അത് ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അജ്ഞാതനായ മനുഷ്യൻ രതീഷിനെയും ടെലിപ്പതിക്ക് വിധേയനാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കേസുമായി ബന്ധപ്പെടുത്തി ശിക്ഷിക്കുവാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. രതീഷിനെ പ്രതിയാക്കാം, അതിനുള്ള സാഹചര്യ തെളിവുകളുണ്ട്. എന്നാൽ ഡാലിയയുടെ മരണം അവിടെയും കുഴയ്ക്കും. ഡാലിയയെ ഫോസ്ഫറസ് കുത്തിവച്ച് കൊലപ്പെടുത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ ആ സമയം ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അവളെ താമസിയാതെ കണ്ടുപിടിക്കും, പുഷ്പരാജ് പറഞ്ഞു. ഡോക്ടർ സമദ് എണീറ്റ് മയങ്ങിക്കിടക്കുന്ന റാണിയുടെ അടുത്തെത്തി. ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്താൽ ചിലതൊക്കെ അറിയുവാൻ കഴിയും, ഡോക്ടർ പറഞ്ഞു. റാണി, റാണി, പുഷ്പരാജ് വിളിച്ചു. അവൾ ഞെട്ടി ഉണർന്നു. ഇതാ ഈ വെള്ളം കുടിക്കൂ. തണുത്ത വെള്ളം അവൾക്ക് അദ്ദേഹം നൽകി. അവൾ അത് കുടിച്ചു തീർത്തു. നീ എന്തിനാണ് ഈ റിവോൾവർ കരുതിയത്? അദ്ദേഹം ചോദിച്ചു. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്, അവൾ പറഞ്ഞു. അതിൽ തിരകളില്ലായിരുന്നു, പുഷ്പരാജ് റിവോൾവർ അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു. നീ ഇത് 2-3 തവണ ഉപയോഗിച്ചു. എന്നെയും ഡോക്ടറെയും വെടിവെച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ തിരകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അദ്ദേഹം അവളുടെ കയ്യിലിരിക്കുന്ന ആ റിവോൾവർ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ പോവുകയാണ്, അവിടെ ഇരിക്കൂ, ഡോക്ടർ സമദ് പറഞ്ഞു. അദ്ദേഹം അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകി. അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം നിന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ, ഉറങ്ങിക്കോളൂ, ഡോക്ടർ അവളുടെ ശ്രദ്ധ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ കൺപോളകൾ അടഞ്ഞു വന്നു. അവൾ പിന്നിലേക്ക് മറിഞ്ഞു. അവളുടെ ശിരസ് ചുമരിൽ ഇടിക്കാതെ പുഷ്പരാജ് അവളെ താങ്ങിക്കിടത്തി. പറയൂ, നിന്റെ പേര്? രജനി, അവൾ മന്ത്രിച്ചു. രജനി, രജനിക്ക് റിവോൾവർ തന്നത് ആരാണ്? അധ്യായം 21. അതെനിക്ക് അറിഞ്ഞുകൂടാ, അവൾ വിക്കി പറഞ്ഞു. കള്ളം. റിവോൾവർ നിനക്ക് തന്ന മനുഷ്യനെ നീ കാണുന്നുണ്ട്. അയാൾ വിലക്കുന്നു അല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ, എനിക്ക് പേടിയാകുന്നു. ആ മനുഷ്യൻ വളരെ ദൂരെയാണ്. അവളുടെ മുഖം ഭീതി നിറഞ്ഞിരുന്നു. വളരെ അടുത്തതായി ഒരു ഭീകര സത്വത്തെ കാണുന്ന മാതിരി അവളുടെ കവിളിലെ മാംസപേശികളിൽ രക്തം തുടിച്ചു നിന്നു. അർദ്ധനിമീലിതങ്ങളായ അവളുടെ കണ്ണുകളിൽ ഭീതി നിഴൽ പരത്തി. ആ മനുഷ്യൻ എവിടെ വെച്ചാണ് നിനക്ക് റിവോൾവർ തന്നത്? ഡോക്ടർ ആജ്ഞാസ്വരത്തിൽ ചോദിച്ചു. ആശ്രമത്തിൽ, ക്ഷീണസ്വരത്തോടെ അവൾ പറഞ്ഞു. താടി വളർത്തിയ ഒരു മനുഷ്യനല്ലേ? അല്ല. മുടി നീട്ടി വളർത്തിയ ഒരാൾ? അല്ല. അയാളുടെ കവിളിൽ ഒരടയാളമുണ്ടോ? ഉണ്ട്. അവൾ എന്തോ കാണുന്നത് പോലെ പറഞ്ഞു. ഇതിനു മുമ്പ് നീ അയാളെ കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. നീ എന്തിനാണ് ഗ്ലൂക്കോസ് കുപ്പി നീക്കിയത്? പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ അടുത്തുണ്ടായിരുന്നു ഇല്ലേ? ഇല്ല. ഇനിയുള്ളത് താങ്കൾ ചോദിച്ചുകൊള്ളൂ. 30 മിനിറ്റിൽ കൂടി ഈ രീതിയിൽ കിടത്തുവാൻ പാടില്ല, ഡോക്ടർ പുഷ്പരാജിനോട് പറഞ്ഞു. ആ മനുഷ്യൻ നിനക്കു തന്ന കുപ്പി എന്തു ചെയ്തു? മൗനം. ഗ്ലൂക്കോസ് കുപ്പി നീക്കി നീ അത് തൂക്കിയില്ലേ? ഉവ്. ഉടൻ തന്നെ പോന്നു ഇല്ലേ? ഉവ്. അതിന് നിനക്ക് എന്ത് ലഭിച്ചു? 2000 രൂപ. ബംഗ്ലാവിൽ നീ അയാളുടെ കൂടെയല്ലേ വന്നത്? അല്ല. നീ എന്തിനാണ് കാറിന് മുന്നിൽ കൂടി ഓടിയത്? മൗനം. കാർ പോയതിനു ശേഷം ബോംബ് എറിഞ്ഞു ഇല്ലേ? ഉവ്. മതി ഡോക്ടർ, പുഷ്പരാജ് പറഞ്ഞു. രജനി, രജനി, നീ ഉണരൂ, ഡോക്ടർ അവളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ഉണർന്നു. ഇതാ ഈ വെള്ളം കുടിക്കൂ. പുഷ്പരാജ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അവൾക്ക് നൽകി. ഒറ്റ വലിക്ക് അവൾ അത് അകത്താക്കി. അവൾ ഡോക്ടറെ അപ്പോഴാണ് കാണുന്നത്.
നീ വല്ല ദുസ്വപ്നവും കണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. ഇല്ല, ഞാനൊന്നും കണ്ടില്ല, അവൾ പറഞ്ഞു. എങ്കിൽ ഉറങ്ങിക്കോളൂ. അദ്ദേഹം അവളുടെ തലയണ ശരിയാക്കി വെച്ചു. അവൾ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. താങ്കൾ ഇവിടെ കിടക്കരുത്. ഇനിയും അവൾ അത്തരത്തിൽ വല്ലതും പ്രവർത്തിക്കുവാൻ വഴിയുണ്ട്, ഡോക്ടർ സമദ് അഭിപ്രായപ്പെട്ടു. ശരിയാണ്, ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. അദ്ദേഹം ഡോക്ടറുടെ ആശയത്തോട് അനുകൂലിച്ചു. പുഷ്പരാജ് ലൈറ്റ് കെടുത്തി പുറത്തു വന്നു. മുറി പൊട്ടി അദ്ദേഹം താഴെ വന്നു. അവൾ ഇവിടെ ഉണ്ടെന്ന് തന്നെ അയാൾക്കറിയാം. ചിലപ്പോൾ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കും. അതുകൊണ്ട് കാവലിനാരെയെങ്കിലും ആക്കുന്നത് നല്ലതാണ്, ഡോക്ടർ പറഞ്ഞു. പുഷ്പരാജ് കൺട്രോൾ റൂമിലേക്ക് ഡയൽ ചെയ്തു. താൻ വരുന്നതുവരെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ആക്കിയ ശേഷം അദ്ദേഹം ഡോക്ടർ വിശ്വദേവിന്റെ വസതിയിലേക്ക് പോയി. ഡോക്ടർ സമദ് തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ചെന്ന ഉടൻ തന്നെ പുഷ്പരാജ് കിടന്നു. രാവിലെ 8 മണിയായപ്പോൾ അദ്ദേഹം ഉണർന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ റാണി കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത്. അവളെ അദ്ദേഹം ഉണർത്തി. അവൾ കണ്ണുകൾ തുറന്നു. നേരം വെളുത്തു. പുഷ്പരാജ് പറഞ്ഞു. അവൾ എണീറ്റു. വേഗം റെഡിയാകൂ, നമുക്കൊരിടം വരെ പോകണം, അദ്ദേഹം പറഞ്ഞു. അവൾ ബാത്റൂമിലേക്ക് പോയി. ഈ സമയം ഫോൺ വന്നു. ചീഫാണ് വിളിച്ചിരിക്കുന്നത്. ദുഃഖകരമായ ഒരു വാർത്തയാണ് അദ്ദേഹം ശ്രവിച്ചത്. റോഷൻ ചക്രവർത്തി മൃതിയടഞ്ഞിരിക്കുന്നു. തലേന്നു രാത്രി അദ്ദേഹം സഞ്ചരിച്ച കാർ കത്തിയെരിഞ്ഞു. അന്വേഷണ ഫലമായി ആരോ ടൈം ബോംബ് വെച്ച് തകർത്തതാണെന്ന് അറിയുവാൻ കഴിഞ്ഞു. ആരാണത് ചെയ്തത്? അജ്ഞാതനായ ആ മനുഷ്യൻ. പുഷ്പരാജ് ആകെ വിഷമത്തിലായി. ഇതുവരെ തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ മനുഷ്യനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് റോഷൻ ചക്രവർത്തിയെ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ അദ്ദേഹവും മൃതിയടഞ്ഞിരിക്കുന്നു. റാണി കുളി കഴിഞ്ഞ് വസ്ത്രം മാറിക്കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് അവർ ഇരുവരും ചീഫ് ബാനർജിയുടെ ബംഗ്ലാവിലേക്ക് പോയി. ഡോക്ടർ സമദിനെ അദ്ദേഹം വിളിപ്പിച്ചിരുന്നു. തലേ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഡോക്ടർ ചീഫിനെ ധരിപ്പിച്ചിരുന്നു. രജനി, നിന്റെ യഥാർത്ഥ പേരിൽ തന്നെ ആവട്ടെ ഇനി സംസാരം. പുഷ്പരാജ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അതിനുശേഷം അദ്ദേഹം ഡയറിയിൽ നിന്നും ഒരു കവർ എടുത്തു. അത് തുറന്ന് അതിനുള്ളിലുള്ള ഫോട്ടോ രജനിയുടെ കയ്യിൽ കൊടുത്തു. അവൾ അതിൽ ഒരു തവണയെ നോക്കിയുള്ളൂ. ഒരു നിലവിളിയോടെ അവൾ കസേരയിലേക്ക് തലചായ്ച്ചു. സാരമില്ല, ഡോക്ടർ പറഞ്ഞു. അദ്ദേഹം അവളെ പരിശോധിച്ചു. പുഷ്പരാജ് അവളുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങി ചീഫിന്റെ മേശപ്പുറത്ത് വച്ചു. റോഷൻ ചക്രവർത്തി. ചീഫിന്റെ അധരങ്ങൾ ചലിച്ചു. എന്താണിത്? ചീഫ് ചോദിച്ചു. പുഷ്പരാജ് നിശബ്ദനായി രജനിയെ നോക്കിയിരുന്നു. അവൾ ആ ഫോട്ടോ കണ്ട ഷോക്കിൽ നിന്ന് ഇനിയും വിമുക്തയായിട്ടില്ല. അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. നിനക്ക് എന്ത് സംഭവിച്ചു? പുഷ്പരാജ് ചോദിച്ചു. ആ ഫോട്ടോ എനിക്ക് കാണണ്ട, അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പറഞ്ഞു. കാരണം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഇന്നലെ രാത്രി മരിച്ചു. അയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് ആരോ ടൈം ബോംബ് വച്ചിരുന്നു, പുഷ്പരാജ് പറഞ്ഞു. അങ്ങനെയോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. റോഷൻ ചക്രവർത്തിയുടെ മരണം അതുവരെയുള്ള അന്വേഷണത്തിന് ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചു. ചീഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിന്താകുലനായിരുന്നു. കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിപ്പോയി. കത്തിയെരിഞ്ഞ കാറിൽ നിന്നും റോഷൻ ചക്രവർത്തിയുടെ ഭൗതികാവശിഷ്ടം പരിശോധനയ്ക്കയച്ചു. ചീഫ് അതുവരെ കിട്ടിയിട്ടുള്ള അറിവുകൾ അടങ്ങുന്ന ഫയൽ നിവർത്തിവെച്ചു. റോഷൻ ചക്രവർത്തി ഓടിച്ചിരുന്ന കാറിന്റെ നമ്പർ ശരിയാണ്. കാർ പൊട്ടിത്തെറിക്കുന്നത് കണ്ട സാക്ഷികളുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം പല കഷ്ണങ്ങളായി തെറിച്ചു പോയിരിക്കുന്നു. റോഷൻ ചക്രവർത്തിയെ കൊന്നത് ആരാണ്? ആ ചോദ്യം അവരുടെ മുന്നിൽ പിടികിട്ടപ്പെടാതെ കിടന്നു. ആരായിരിക്കും? ആ കേസുമായി ബന്ധപ്പെട്ട ഫയലിൽ മറ്റൊരു കൊലപാതകത്തിന്റെ പേരുകൂടി കടന്നുകൂടി. ഇതിനിടയ്ക്ക് മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വന്നു. മരണമടഞ്ഞത് റോഷൻ ചക്രവർത്തിയാണോ? മണി 11 കഴിഞ്ഞു. ഈ സമയം ബാനർജിയുടെ മുറിയിലുണ്ടായിരുന്ന വയർലെസ് യന്ത്രം പ്രവർത്തിച്ചു. എല്ലാവരുടെയും ആകാംക്ഷ നിറഞ്ഞ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കൽക്കട്ടയിൽ നാളെ നടക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റ് സെമിനാറിൽ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ റോഷൻ ചക്രവർത്തി പങ്കെടുക്കുന്നു. എന്ത്? ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. റോഷൻ ചക്രവർത്തി ജീവിച്ചിരിക്കുന്നു. മിസ്റ്റർ പുഷ്പരാജ്, താങ്കൾ ഉടൻ തന്നെ റോഷൻ ചക്രവർത്തിയുമായി ബന്ധപ്പെടണം, ചീഫ് ഉത്തരവ് നൽകി. പുഷ്പരാജ് രജനിയെ നോക്കി. സാരമില്ല, അവൾ ഇവിടെ തന്നെ കാണും. ചീഫ് വനിതാ വിഭാഗത്തിൽപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥകളെ ഉടനെ അയക്കുവാനുള്ള നിർദ്ദേശം നൽകി.
ഡിറ്റക്റ്റീവ് പുഷ്പരാജ് പുറത്തേക്ക് പോയി. അദ്ദേഹം നേരെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോയി. കൽക്കട്ടയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടുവാൻ അദ്ദേഹം തീരുമാനിച്ചു. 2 മണിക്കൂറിനകം അദ്ദേഹം മടങ്ങി വന്നു. ശരിയാണ്, റോഷൻ ചക്രവർത്തി ജീവിച്ചിരിക്കുന്നു, പുഷ്പരാജ് പറഞ്ഞു. താങ്കൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടോ? ചീഫ് ചോദിച്ചു. വിവരങ്ങൾ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഇന്ന് രാത്രിയിലുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം ഇവിടെ എത്തുന്നതാണ്, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മരണമടഞ്ഞത്? ആ ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിച്ചു. അധ്യായം 22. അദ്ദേഹം വരട്ടെ, പുഷ്പരാജ് പറഞ്ഞു. രജനിക്കിപ്പോൾ എന്തു തോന്നുന്നു? ഡോക്ടർ സമദ് ചോദിച്ചു. എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു, അവൾ മന്ത്രിച്ചു. റോഷൻ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് ഭയപ്പെടുവാനില്ല. ഇതുവരെ നിന്നെ അലട്ടിയ പ്രശ്നം അതായിരുന്നു. പുഷ്പരാജ് സിഗരറ്റിനു തീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. രജനി, ആ മുറിയിൽ പോയി വിശ്രമിക്കൂ. ഇനി പേടിക്കേണ്ട കേട്ടോ. ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ കത്തിക്കരിഞ്ഞുപോയി, ചീഫ് അവളോട് പറഞ്ഞു. അവൾ എണീറ്റുപോയി. പ്രശ്നം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ചീഫ് ഒരു സിഗരറ്റിന് തീ കൊടുത്തു. അതെ, ഞാനും അതേക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. പുഷ്പരാജ് ഡോക്ടർ സമദിന്റെ നേർക്ക് നോക്കി. ഏതായാലും യഥാർത്ഥ റോഷൻ ചക്രവർത്തി വരട്ടെ. അദ്ദേഹത്തിന് ടെലിപ്പതിയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം റോഷൻ ചക്രവർത്തിയായി വന്ന ആളെയും കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ, ഡോക്ടർ പറഞ്ഞു. മിസ്റ്റർ പുഷ്പരാജ്, താങ്കൾ ആശ്രമത്തിൽ പോയി ഒരു അന്വേഷണം നടത്തണം, ചീഫ് അഭിപ്രായപ്പെട്ടു. ശരി, പുഷ്പരാജ് സമ്മതിച്ചു. അദ്ദേഹവും ഡോക്ടർ സമദും കൂടി ആശ്രമത്തിലേക്ക് പോയി. അവർ യോഗിയുടെ അടുത്തെത്തി. മിസ്റ്റർ നരേന്ദ്രൻ. പുഷ്പരാജ് യോഗിക്കെതിരായി കിടന്ന കസേരയിലിരുന്നു. അജ്ഞാതമായ ആ മരണങ്ങളുടെ കാരണം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഏതോ മനുഷ്യന്റെയാണെന്ന് ബാനർജിക്കും പുഷ്പരാജിനും സംശയമുണ്ടായിരുന്നു. ആ മനുഷ്യനെ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വളരെ രഹസ്യമായി കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയിൽ ഒരു ആശ്രമം തുറന്നു. ആശ്രമത്തിലെ യോഗിക്ക് പലതരത്തിലുള്ള അത്ഭുത സിദ്ധികളുണ്ടെന്ന് പ്രചാരണം നടത്തി. തനിക്കൊരു പ്രതിയോഗി വന്നിരിക്കുന്നുവെന്ന സംശയത്തിന്മേൽ യഥാർത്ഥ അജ്ഞാതൻ ആശ്രമത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. റോഷൻ ചക്രവർത്തി എന്ന പേരിൽ വന്ന ആൾ ആ ആശ്രമത്തിൽ ഒരു തവണ ചെന്നിരുന്നു. അവിടെ മേൽനോട്ടം വഹിച്ചിരുന്ന സുധീർ അത് കണ്ടു. അതനുസരിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നി. അന്ന് കൽക്കട്ടയിൽ അന്വേഷിച്ചെങ്കിലും റോഷൻ ചക്രവർത്തി അവിടെ ഇല്ലെന്ന വിവരം കിട്ടി. അതുകൊണ്ട് ഇവിടെയുള്ള ആളു തന്നെയാണ് യഥാർത്ഥ റോഷൻ എന്ന് തീരുമാനിച്ചു. പക്ഷേ ആശ്രമത്തിൽ അയാൾ കൂടെ കൂടെ വരാനും അവിടെ യോഗിയായി അഭിനയിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കഴിവുകൾ രഹസ്യമായി അറിയുവാൻ ശ്രമിച്ചപ്പോൾ സുധീറിന് സംശയമായി. ഒരിക്കൽ ടെലിപ്പതിയെക്കുറിച്ച് യോഗിയുമായി സംസാരിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ കാർ അവിടെ നിന്നും നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനമുണ്ടായത്. റാണിക്ക് നൽകിയ നിർദ്ദേശത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് തിട്ടപ്പെടുത്തിയിരുന്നുവെന്ന് ആ സംഭവം കൊണ്ട് വ്യക്തമായി. എന്നാൽ റോഷൻ സഞ്ചരിച്ച കാർ കത്തിക്കരിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ സംശയം വീണ്ടും ഇരട്ടിച്ചു. അയാൾ ഇവിടെ എന്തൊക്കെയാണ് അന്വേഷിച്ചത്? പുഷ്പരാജ് ചോദിച്ചു. ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ആരാഞ്ഞു. പിന്നെ എനിക്കുള്ള സിദ്ധികളെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പഠിച്ചതൊക്കെ പറഞ്ഞു. അത് അയാളെ സംശയത്തിലാക്കി. പിന്നെ അതാണല്ലോ നമ്മുടെ ലക്ഷ്യവും, നരേന്ദ്രൻ എന്ന പോലീസ് മേധാവി പറഞ്ഞു. ആശ്രമം സ്ഥാപിച്ചതുകൊണ്ട് അയാളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞു. ഇനി അയാളുടെ താവളമാണ് അറിയേണ്ടത്. അയാൾ ഒരിക്കലും മരിച്ചിട്ടില്ല, പുഷ്പരാജ് പറഞ്ഞു. രജനി അയാളുടെ സങ്കേതത്തിൽ പോയിട്ടുണ്ട്, നരേന്ദ്രൻ പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? അത് ഞാൻ ചോദിച്ചറിഞ്ഞതാണ്. പക്ഷെ അവൾക്ക് ആ സ്ഥലം ഓർമ്മയില്ല. അവിടെ ഒരു ലബോറട്ടറി പ്രവർത്തിക്കുന്നതായി അവൾ പറഞ്ഞു. അങ്ങനെയാണോ? പുഷ്പരാജ് എണീറ്റു. അവർ ആശ്രമത്തിൽ നിന്നും മടങ്ങി. ചീഫിന്റെ വസതിയിലെത്തിയപ്പോൾ യഥാർത്ഥ റോഷൻ ചക്രവർത്തി കൽക്കട്ടയിൽ നിന്നും തിരിച്ചിട്ടുള്ളതായി അറിവ് ലഭിച്ചു. അദ്ദേഹം വരട്ടെ, ചീഫ് സിഗാർ ആഷ്ട്രയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ സമദിനെ വസതിയിലാക്കിയ ശേഷം പുഷ്പരാജ് തനിയെ ഡ്രൈവ് ചെയ്തു വരികയായിരുന്നു. മണി 1 കഴിഞ്ഞിരുന്നു. റോഡിൽ വാഹനങ്ങൾ കാണപ്പെട്ടില്ല. പ്രധാന പാതയിലെത്തണമെങ്കിൽ ഇനിയും 6 കിലോമീറ്റർ സഞ്ചരിക്കണം. പുഷ്പരാജിന്റെ കാൽ പെട്ടെന്ന് ബ്രേക്കിൽ അമർന്നു. റോഡിന് നടുവിൽ ഒരു മനുഷ്യരൂപം കിടക്കുന്നു. പുഷ്പരാജ് ഡാഷിൽ നിന്നും റിവോൾവർ എടുത്തുകൊണ്ട് പുറത്തു വന്നു. ആ രൂപം റോഡിന് കുറുകെ കിടക്കുകയായിരുന്നു. പുഷ്പരാജ് ആ മനുഷ്യരൂപത്തെ കുറെ സമയം നോക്കി നിന്നു. അയാൾ അബോധാവസ്ഥയിലാണെന്ന് സംശയിച്ച അദ്ദേഹം അടുത്തു ചെന്നു. അടുത്ത നിമിഷം അയാളുടെ ഇടതുകാൽ മിന്നൽ പോലെ പ്രവർത്തിച്ചു. പുഷ്പരാജിന്റെ കയ്യിൽ നിന്നും റിവോൾവർ തെറിച്ചുപോയി. ആ മനുഷ്യൻ തികഞ്ഞൊരു അഭ്യാസിയാണെന്ന് പുഷ്പരാജിന് തീർച്ചയായി. അയാൾ ഒളിച്ചു വച്ചിരുന്ന 2 അടിയോളം നീളമുള്ള ഒരു വാൾ പുറത്തെടുത്ത് പുഷ്പരാജിനെ ആഞ്ഞുവെട്ടി. അദ്ദേഹം ആൽവൃക്ഷത്തിന്റെ തായ്തടിയോട് ചേർന്ന് അയാൾ ആഞ്ഞു കത്തി. പുഷ്പരാജ് കുനിഞ്ഞു. കത്തി തടിയിൽ തുളച്ചു കയറി. അത് ഊരിയെടുക്കുന്നതിനിടയിൽ പുഷ്പരാജ് അയാളെ തൊടിച്ചു
മലർത്തി. വാൾ പുഷ്പരാജിന്റെ കയ്യിലായി. അയാൾ ഇരുളിൽ മറയുകയും ചെയ്തു. റിവോൾവർ തേടിയെടുത്ത് അദ്ദേഹം കാറിൽ കയറി. റോഡിൽ പിന്നീട് ആരെയും കണ്ടില്ല. അദ്ദേഹം കാർ ഡോക്ടർ വിശ്വദേവിന്റെ ബംഗ്ലാവിലേക്ക് വിട്ടു. അവിടെ എത്തിയ ശേഷം അദ്ദേഹം ആ വാളിൽ പതിഞ്ഞിരുന്ന വിരലടയാളം എടുത്തു. ഇത് റോഷൻ ചക്രവർത്തിയായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആളുടെയായിരുന്നു. അയാൾ തന്നെ വകവരുത്തുവാൻ വേണ്ടി പതിയിരുന്നതാണ്. അടുത്ത ദിവസം ആ സ്ഥലം ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തീരുമാനിച്ച് പുഷ്പരാജ് ഡോക്ടർ വിശ്വദേവിനോട് യാത്ര പറഞ്ഞിറങ്ങി. രാവിലെ 8 മണിക്ക് അദ്ദേഹം ഉണർന്നു. തലേദിവസം തനിക്ക് അപകടം സംഭവിക്കുമായിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം കാർ വിട്ടു. ഡോക്ടറെ ആക്കിയ ശേഷം താൻ നേർവഴിക്കല്ല സഞ്ചരിച്ചതെന്നും വഴിമാറിയാണ് കാർ ഓടിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ആ വഴിക്ക് വാഹനങ്ങൾ സാധാരണ സഞ്ചരിക്കാറില്ലായിരുന്നു. പിന്നീട് എങ്ങനെ തനിക്ക് ആ വഴിക്ക് പോരാൻ തോന്നി? അദ്ദേഹം തിരികെ നടന്നു. ഡോക്ടർ വിശ്വദേവിന്റെ ബംഗ്ലാവിലെത്തിയപ്പോൾ മോഹിനി അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. താങ്കൾക്ക് ചീഫിന്റെ ഫോൺ വന്നിരുന്നു, അവൾ പറഞ്ഞു. പുഷ്പരാജും മോഹിനിയും ചീഫിന്റെ വസതിയിലേക്ക് യാത്ര തിരിച്ചു. 15 മിനിറ്റിനകം റോഷൻ ചക്രവർത്തി എത്തും, ചീഫ് ക്ലോക്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗമനം പ്രതീക്ഷിച്ച് അവർ ഇരുന്നു. ഇന്റർകോം ശബ്ദിച്ചു. ഗേറ്റ് ഗാർഡിന്റെ സന്ദേശമായിരുന്നു. കാർ കയറ്റിവിടുവാൻ ചീഫ് അനുമതി നൽകി. റോഷൻ ചക്രവർത്തി എത്തിക്കഴിഞ്ഞു. അവർ പരസ്പരം പരിചയപ്പെട്ടു. ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു, പ്രൗഢഗംഭീരനായ യഥാർത്ഥ റോഷൻ ചക്രവർത്തി പറഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങൾ പുഷ്പരാജ് വിശദീകരിച്ചു. ആ മനുഷ്യന്റെ ഫോട്ടോ ഉണ്ടോ? അദ്ദേഹം തിരക്കി. പുഷ്പരാജ് ഫോട്ടോയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. റോഷൻ ചക്രവർത്തി അത്ഭുതത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കി. അധ്യായം 23. അവൻ തന്നെ, സംശയമില്ല, ചക്രവർത്തി മന്ത്രിച്ചു. ഈ മനുഷ്യൻ ആരാണ്? ഇയാൾ ഇവിടെ വരുവാനുള്ള കാരണം? പുഷ്പരാജ് ചോദിച്ചു. എല്ലാം ഞാൻ വിശദീകരിക്കാം. അദ്ദേഹം കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് മുഖം തുടച്ചു. റോഷൻ ചക്രവർത്തിക്ക് 50 വയസ്സിലധികം പ്രായമുണ്ട്. വിശാലമായ നെറ്റി, രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന പുരികങ്ങൾ, ക്ലീൻ ഷേവ് ചെയ്ത മുഖം, തീക്ഷ്ണമായ നയനങ്ങൾ, 6 അടിയിലധികം ഉയരമുണ്ട്. ആദ്യം ഒന്ന് വേഷം മാറട്ടെ. അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരികയും ചെയ്തു. ഈ മനുഷ്യന്റെ യഥാർത്ഥ പേര് ഹീരലാൽ മിശ്ര എന്നാണ്. ഞങ്ങൾ സഹപാഠികളാണ്. സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ശേഷം ഗ്രീസിലേക്ക് പോയി. ഗ്രീസിലുള്ള തെറോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജി എന്ന സ്ഥാപനത്തിലാണ് ഉപരിപഠനം നടത്തിയത്. ഡാർവിൻ തെറോൺ എന്ന ഒരു വൃദ്ധന്റെ ആശ്രമമാണ് മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ അധികം വിദ്യാർത്ഥികളില്ല. ഒരേ സമയം 12-ലധികം പേർ ഒരിക്കലും കാണുകയില്ല. വളരെ ദുരിതവും ക്ലേശവുമാണ് ജീവിതം. ഒരു പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള പഴയൊരു ഗുഹാക്ഷേത്രമാണ് തെറോണിന്റെ ആശ്രമം. 5 കൊല്ലക്കാലം ഒരു പീഡനം എന്ന് വേണമെങ്കിൽ പറയാം. തെറോൺ അസാമാന്യ ശക്തിയുള്ള ഒരു മനുഷ്യനാണ്. പൈതൃകമായി ലഭിച്ച മാന്ത്രികവും മാസ്മര വിദ്യകളും വശത്താക്കിയ ഡാർവിൻ തെറോണിന് എത്ര വയസ്സുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വളരെയധികം പരീക്ഷണങ്ങളിൽ വിജയിച്ചവർക്കേ അവിടെ പ്രവേശനം കിട്ടുകയുള്ളൂ. പഠനം അവസാനിക്കുന്നതുവരെ യാതൊരുവിധ ലൗകിക ചിന്തയും പാടില്ല. മനുഷ്യ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരികയും അത് ഒരു ആയുധമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരുതരം പ്രക്രിയയാണ് തെറോണിന്റെ പഠനരീതി. ടെലിപ്പതിയെക്കുറിച്ചുള്ള പഠനമാണ് മുഖ്യം. അതോടൊപ്പം മാന്ത്രികവും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവയൊന്നും മനുഷ്യദ്രോഹകരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. സ്വന്തം മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിച്ചു, അതിന് ശക്തി നൽകി, ഇതര മനസ്സുകളെ സ്വാധീനിച്ച് അവയെക്കൊണ്ട് എന്തും ചെയ്യിക്കുന്നതിനുള്ള ശക്തി ഈ അഭ്യസനം മൂലം ഉണ്ടാകുന്നു. മാസ്മര വിദ്യയിൽ തന്നെ 2 ഇനമുണ്ട്. 1 നല്ല കാര്യങ്ങൾക്കുതകുന്നവ, 2 ദ്രോഹപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് രണ്ടും ടെലിപ്പതി മൂലം സാധിക്കും. സ്വപ്നാടനം എന്ന പ്രക്രിയ തന്നെ നോക്കൂ. ഉപബോധ മനസ്സിന്റെ ഒരുതരം പ്രവർത്തനമല്ലേ അത്? പണ്ടു നാം അതിനെ പിശാചുകളുടെ പ്രവർത്തനമാണെന്ന് ധരിച്ചിരുന്നു. മനഃശാസ്ത്ര പഠനം വികസിച്ചപ്പോൾ പഴയ ചിന്താഗതി മാറി. ടെലിപ്പതി കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നമുക്കെപ്പോഴെങ്കിലും ഒരു തവണ പരിചയപ്പെട്ട ഒരാളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. പക്ഷേ ബോധമനസ്സിൽ അയാൾ അതറിയില്ല. അത്രമാത്രം ശക്തമായൊരു പ്രേരണ ടെലിപ്പതി മൂലം സാധിച്ചെടുക്കാം. ഡോക്ടർ റോഷൻ ചക്രവർത്തി തുടർന്നു. ഹീരലാൽ മിശ്രയും ഞാനും കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെയായിരിക്കും. പഠനകാലത്ത് ഞങ്ങളെ തിരിച്ചറിയുക തന്നെ പ്രയാസമായിരുന്നു. ഞാനും മറ്റുള്ള സഹപ്രവർത്തകരും ഇപ്പറഞ്ഞ മാസ്മര വിദ്യകൾ നന്മകൾക്ക് മാത്രമായി പ്രയോജനപ്പെടുത്തിയപ്പോൾ ഹീരലാൽ അത് ഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ടെലിപ്പതി കുറെ കൂടി വികസിപ്പിച്ചെടുത്താൽ നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ജന്തുക്കളിലും ഇത് പ്രായോഗിക
പ്രായോഗികമാക്കാമെന്ന് തെറോൺ അഭിപ്രായപ്പെട്ടിരുന്നു. ഏകദേശം അത് അദ്ദേഹത്തിന് അറിയാമെന്നും തോന്നുന്നു. ഹീരലാൽ ഇവിടെ വരാനുള്ള കാര്യമെന്താണ്? ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ചോദിച്ചു. അയാൾ വളരെ മുമ്പ് തന്നെ കൽക്കട്ട വിട്ടിരുന്നതായി എനിക്ക് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ അയാൾ എങ്ങോട്ടാണ് പോയതെന്നുള്ളത് അജ്ഞാതമായിരുന്നു. എന്നോട് ഏതാണ്ട് ശത്രുതാ മനോഭാവത്തോടെയാണ് അയാൾ പ്രവർത്തിച്ചിരുന്നത്, റോഷൻ പറഞ്ഞു. അയാൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയുവാൻ കഴിയുമോ? ചീഫ് തിരക്കി. അതിന് ബുദ്ധിമുട്ടില്ല. ആ യുവതിയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയോ ടെലിപ്പതിക്ക് വിധേയമാക്കുകയോ ചെയ്താൽ മതി. അവൾ ഇവിടെ തന്നെയുണ്ടല്ലോ. ഉവ്, പുഷ്പരാജ് പറഞ്ഞു. അവളെ ഒന്ന് പരീക്ഷിച്ചു കളയാം, റോഷൻ അഭിപ്രായപ്പെട്ടു. രജനി കിടന്നിരുന്ന മുറിയിൽ അവർ എത്തി. അവൾ മുറിക്കകത്ത് കണ്ണടച്ച് കിടന്നിരുന്നു. പുഷ്പരാജ് അവളെ ആകെയൊന്ന് നോക്കി. അവളുടെ ഇടതുകാലിലെ ചെരുപ്പ് കട്ടിലിനു താഴെയുണ്ടായിരുന്നു. എന്നാൽ വലതുകാലിലെ ചെരുപ്പ് അവൾ ഊരി വയ്ക്കുവാൻ മറന്നുപോയതുപോലെ കട്ടിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിടപ്പ് അദ്ദേഹത്തിൽ സംശയം ജനിപ്പിച്ചു. തങ്ങൾ നടത്തിയ സംഭാഷണങ്ങൾ അവൾ കേട്ടിരിക്കുമെന്നുള്ളത് വ്യക്തമാണ്. നീ എന്തെടുക്കുകയായിരുന്നു? പുഷ്പരാജ് ചോദിച്ചു. ഞാനൊന്ന് മയങ്ങിപ്പോയി, അവൾ പറഞ്ഞു. അയ്യോ സോറി. അവൾ എണീറ്റ് താഴെ കിടന്നിരുന്ന ചെരുപ്പ് കാലിലിട്ടു. ഞങ്ങൾ നിന്നെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, റോഷൻ ചക്രവർത്തി പറഞ്ഞു. ഞാൻ കേട്ടു. ഇല്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, അവൾ വിക്കി വിക്കി പറഞ്ഞു. അത് സാരമില്ല, റോഷൻ ചക്രവർത്തി അവൾക്ക് മയങ്ങുവാനുള്ള മരുന്ന് കുത്തിവച്ചു. സാവധാനത്തിൽ അവൾ മയങ്ങി. നീ ഡാലിയ എന്ന യുവതിയെ അറിയുമല്ലോ? റോഷൻ ചോദിച്ചു. അവൾ മരിച്ചു. രജനിയുടെ പ്രതികരണം. അവളുടെ ശരീരത്തിൽ ഫോസ്ഫറസ് കയറ്റിയത് നീ തന്നെയായിരുന്നു. അല്ല അല്ല, നീ ഈ കത്തി കാണുന്നില്ലേ? റോഷൻ ഒരു ഓട്ടോമാറ്റിക് നൈഫ് എടുത്ത് ബട്ടൺ അമർത്തി. നിന്നെ കൊല്ലുവാൻ പോകുകയാണ്. അദ്ദേഹം കത്തി അവളുടെ കഴുത്തിൽ സ്പർശിച്ചു. അയ്യോ, എന്നെ കൊല്ലരുത്, അവൾ പറഞ്ഞു. പറയൂ, നിനക്ക് ആ വിഷദ്രാവകം തന്നത് ആ താടിക്കാരനായിരുന്നില്ലേ? അയാൾ എവിടെയാണ്? അവിടെ ആ അമ്പലത്തിലോ? അതെ, നമുക്ക് അവിടെയൊന്ന് പോകാം, അവൾ സമ്മതിച്ചു. എങ്കിൽ എണീക്കൂ. അവൾ എണീറ്റു. ഇതൊരു നല്ല അവസരമാണെന്ന് ചക്രവർത്തി കരുതി. അവൾ ഇപ്പോൾ തന്റെ വരുതിയിൽ തന്നെയാണ്. ഇവളെ ഇതേ രീതിയിൽ നയിച്ചാൽ ഹീരലാലിന്റെ കേന്ദ്രം കണ്ടുപിടിക്കുവാൻ കഴിയും. ഇപ്പോഴുള്ള ഹിപ്നോട്ടൈസ് നിദ്രയിൽ നിന്നും അവളെ വിമുക്തമാക്കിയാൽ ഹീരലാൽ അവളെ ടെലിപ്പതിക്ക് വിധേയമാക്കും. അതിന് സമ്മതിക്കരുത്, റോഷൻ ചിന്തിച്ചു. പക്ഷേ അധിക സമയം അവളെ ഈ മാസ്മര നിദ്രയിലാക്കുവാനും പ്രയാസമാണ്. പിന്നീട് ബോധം തെളിയാത്ത ഒരു കോമയിലേക്ക് അവൾ വഴുതി വീഴും. അതുകൊണ്ട് കഴിവതും വേഗം അവളെയും കൊണ്ട് അയാളുടെ കേന്ദ്രം കണ്ടുപിടിക്കുവാൻ തീർച്ചയാക്കി. രാത്രി മണി 1:40. രജനി, നമുക്ക് പോകാം, ചക്രവർത്തി പറഞ്ഞു. അവൾ എണീറ്റു. ഒരു സ്വപ്നാടനക്കാരിയെ പോലെയാണ് അവൾ നടന്നത്. കാറിൽ അവളെ മുൻസീറ്റിലിരുത്തി. എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ചക്രവർത്തി ചോദിച്ചു. ക്ഷേത്രത്തിലേക്ക്, അവൾ പറഞ്ഞു. ഏതു ക്ഷേത്രത്തിലേക്ക്? പുഷ്പരാജ് തിരക്കി. അതെനിക്കറിഞ്ഞുകൂടാ. ആ വലിയ ആൽവൃക്ഷം നിൽക്കുന്ന സ്ഥലത്തിനരികിലല്ലേ? ആൽവൃക്ഷമുണ്ട്, അവൾ പറഞ്ഞു. പുഷ്പരാജ് താൻ സഞ്ചരിച്ച ആൽവൃക്ഷമുണ്ട്, അവൾ പറഞ്ഞു. പുഷ്പരാജ് താൻ സഞ്ചരിച്ച വഴി ഓർമ്മിച്ചു. അദ്ദേഹം ആ വഴിക്ക് കാർ ഡ്രൈവ് ചെയ്തു. റോഷൻ ചക്രവർത്തിയും ചീഫ് ബാനർജിയും കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്നു. നാം മാത്രം പോയാൽ മതിയോ? ഇടയ്ക്ക് ചീഫ് ചോദിച്ചു. മതി, നാം പ്രതീക്ഷിക്കുന്നത് പോലെ അവിടെ അധികം ആളുകൾ കാണുകയില്ല, റോഷൻ പറഞ്ഞു. കാർ ആൽച്ചുവട്ടിലെത്തി. അടുത്ത നിമിഷം രജനി കാറിൽ നിന്നിറങ്ങി ഓടി. അവൾ ആ കനത്ത ഇരുട്ടിൽ അപ്രത്യക്ഷയായി. അധ്യായം 24. അവൾ പോകട്ടെ, സാരമില്ല, റോഷൻ പറഞ്ഞു. എങ്ങനെ അവൾ പോയി? ചീഫ് ചോദിച്ചു. ഒരു നിമിഷം എന്റെ ശ്രദ്ധ ഹീരലാലിലേക്ക് തിരിഞ്ഞു. അവൻ അവളെ ടെലിപ്പതിക്ക് വിധേയയാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ശക്തി അവളിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ മാസ്മര ശക്തി അവളെ കീഴടക്കി. അതാണ് അവൾ ഓടിയത്. പക്ഷെ അവൾ അവന്റെ അടുത്ത് തന്നെ കാണാതിരിക്കുകയില്ല, റോഷൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. കാർ ആൽച്ചുവട്ടിന്റെ അടുത്തായി ഒരു കുറ്റിക്കാട്ടിൽ കയറ്റിയിട്ട ശേഷം അവർ നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഇരുവശവും മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. നിൽക്കൂ, റോഷൻ ചക്രവർത്തി പെട്ടെന്ന് പറഞ്ഞു. ആ കാണുന്ന മുൾച്ചെടികൾ കൊടിയ വിഷം നിറഞ്ഞവയാണ്. അവനത് നട്ടുപിടിപ്പിച്ചതാണ്. അതിന്റെ മുള്ള് ശരീരത്തിൽ കൊണ്ടുകയറിയാൽ തൽക്ഷണം നാം മരിക്കും. അതുകൊണ്ട് മറ്റേതെങ്കിലും വഴി കാണാതിരിക്കുകയില്ല, അദ്ദേഹം ഇരുവശവും നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഉയർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിൽ കൂടി ഗുഹാമാർഗം പോലെയുള്ള ഒരു വഴി അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇതാണ് വഴി, അദ്ദേഹം പറഞ്ഞു. അവർ ആ മാർഗത്തിൽ കൂടി നടന്നു. വളരെ ബുദ്ധിമുട്ടി അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ആ വഴി അവസാനിച്ചത് നാമാവശേഷമായ ഒരു ക്ഷേത്രത്തിനടുത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ മേൽഭാഗം മുഴുവൻ തകർന്നു പോയിരുന്നു. പുഷ്പരാജും ചീഫ് ഡോക്ടർ റോഷൻ ചക്രവർത്തിയും കൂടി ആ കരിങ്കൽ പാളി നീക്കി. അതിന്റെ അടിയിലായി അവർ ഒരു ഗുഹാമാർഗം കണ്ടെത്തി. താഴേക്ക് പോകുന്ന കൽപ്പടവുകളിൽ കൂടി അവർ ഇറങ്ങി. പെട്ടെന്ന് പുഷ്പരാജ് നിന്നു. അദ്ദേഹം ടോർച്ച് തെളിച്ചു. ആരോ താഴേക്ക് നടന്നു പോയതിന്റെ കാൽപ്പാട് അവിടെ ദൃശ്യമായിരുന്നു. അത് അവൾ തന്നെ ആയിരിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. ഇടുങ്ങിയ ആ വഴി താഴെ അവസാനിച്ചു. അവിടെ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞു. നിശബ്ദമായ ഒരു അന്തരീക്ഷം അവിടെ തളം കെട്ടി നിന്നിരുന്നു. ലൈറ്റ് അണച്ചാൽ അതിഭയങ്കരമായ കൂരിരുട്ട് അവിടെ കട്ട പിടിച്ചു നിന്നിരുന്നു. പുഷ്പരാജ് ടോർച്ച് തെളിച്ചു തന്നെ പിടിച്ചു. ഒരു നേരിയ ശബ്ദം പോലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് അവർ നടന്നു. ആ വഴി അവസാനിച്ചത് ഒരു പ്രാർത്ഥനാലയത്തിലാണ്. ഒരു വശത്തായി ഒരു വിഗ്രഹമുണ്ട്. ആ മുറിയുടെ ചുറ്റും പഴക്കമേറിയ വിഗ്രഹങ്ങൾ കാണപ്പെട്ടു. അവ തൂണുകൾ പോലെ മേൽത്തട്ടിനെ താങ്ങി നിർത്തിയിരുന്നു. പ്രധാന വിഗ്രഹത്തിന് ശിവന്റെ രൂപസാദൃശ്യം തോന്നിയിരുന്നു. അതിന്റെ പിന്നിലായി വളരെ ഇടുങ്ങിയ ഒരു വാതിലുണ്ടായിരുന്നു. പുഷ്പരാജും ഡോക്ടർ റോഷനും ചീഫും ആ വാതിലിൽ കൂടി ഉള്ളിലേക്ക് കടന്നു. ഈ സമയം വളരെ വിചിത്രമായൊരു സംഭവം അവർ അറിയാതെ നടന്നു. വിഗ്രഹം ഇരുന്ന പീഠം ഒന്ന് തിരിഞ്ഞു. അതോടൊപ്പം വാതിലടയുകയും ചെയ്തു. അവർ അത് അറിഞ്ഞിരുന്നില്ല. ആ വാതിൽ തുറന്ന് അകത്ത് കടന്ന് അവർ കണ്ടത് ഒരു പരീക്ഷണശാലയായിരുന്നു. വൃദ്ധനായൊരു മനുഷ്യൻ അവിടെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ബാറ്ററി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ലൈറ്റിന്റെ പ്രകാശം ആ മുറിക്ക് വ്യക്തത നൽകിയിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജും ചീഫും റോഷൻ ചക്രവർത്തിയും കൂടി ആ പരീക്ഷണശാല പരിശോധിച്ചു. ഫോസ്ഫറസ് ദ്രാവകരൂപത്തിലാക്കുന്ന ഒരു രാസപ്രക്രിയ അവിടെ നടക്കുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു. മനുഷ്യ ശരീരത്തിൽ ആ ദ്രാവകം കുത്തിവച്ച് ശരീരം എരിച്ച് ചാമ്പലാക്കുവാനുള്ള ഒരു കണ്ടുപിടുത്തം ആയിരുന്നത്. ഹീരലാലിന്റെ ഒരു കണ്ടുപിടുത്തമാണിത്. അയാൾ പണമുണ്ടാക്കുന്നതിന് ടെലിപ്പതി ഉപയോഗിക്കുകയും അതുമൂലം മറ്റാളുകളെ കൊണ്ട് അവർ അറിയാതെ കുറ്റം ചെയ്യിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അവരെ തന്നെ വകവരുത്തുവാനാണ് ഇത് കണ്ടുപിടിച്ചത്, റോഷൻ അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, ഈ കണ്ടുപിടുത്തം അയാൾ വീണ്ടും പ്രയോഗിക്കും. കൊള്ളയടിക്കുകയോ കൊലപാതകം ചെയ്യുകയോ ചെയ്യുന്ന ആളെ മാത്രമല്ല, അയാളെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നവരിലും ഇത് ഉപയോഗിക്കാം. വളരെ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണിത്. ചീഫ് അവിടെയുള്ള ഉപകരണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവർ നിന്നിരുന്ന ഭാഗത്ത് ഒരു ശബ്ദം കേട്ടു. പുഷ്പരാജ് ഷൂസ് കൊണ്ട് ആഞ്ഞു ചവിട്ടി. ഒരു ഡൈനാമിക് പൊട്ടിക്കുവാനുള്ള സംരംഭമായിരുന്നത്. അടുത്തെന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഈ അവസരത്തിൽ രജനി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അനങ്ങിപ്പോകരുത്, അവൾ പറഞ്ഞു. അവളുടെ കൈവശമിരിക്കുന്ന റിവോൾവർ റോഷൻ ചക്രവർത്തി കണ്ടു. അദ്ദേഹം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നോക്കൂ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇതു ഞാനാണ്. നിനക്ക് ഈ തോക്ക് തന്നത് ഞാനല്ലേ? അദ്ദേഹം അവളെ തന്നെ തുറിച്ചു നോക്കി നിന്നു. അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു. വെടിവെക്കൂ, റോഷൻ ആജ്ഞാപിച്ചു. അവൾ കാഞ്ചി വലിച്ചു. 6 വെടിയും തീർന്നു. പുഷ്പരാജ് അവളെ കടന്നു പിടിച്ചു. പക്ഷേ അവൾ ശക്തിയായി കുതറി മാറി. അവൾ റിവോൾവർ ചൂണ്ടി കാഞ്ചി വലിച്ചു. പക്ഷേ അതിൽ തിരകളില്ലാതിരുന്നു. പുഷ്പരാജ് അവളുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെറിപ്പിച്ചു. അവളെ അദ്ദേഹം പിടിച്ച് കൈകൾ രണ്ടും പിന്നിലേക്കാക്കി. പക്ഷെ അവൾക്ക് അസാധാരണമായ ശക്തി ഉണ്ടായിരുന്നു. അവൾ കുതറി മാറി ഒരു കസേരയിൽ ചെന്നു വീണു. ഒരു നിമിഷം ഒരു സീൽക്കാര ശബ്ദം അവിടെ ഉയർന്നു. വൈദ്യുതി പ്രവഹിച്ചതുപോലെ അവൾ നിശ്ചലയായി. അതിനുശേഷം അവളുടെ ശരീരത്തിൽ നിന്നും പുക ഉയരുവാൻ തുടങ്ങി. അടുത്ത നിമിഷം നേരിയ ജ്വാല പുറപ്പെട്ടു. പുഷ്പരാജ് മുന്നോട്ടാഞ്ഞു. റോഷൻ അദ്ദേഹത്തെ തടഞ്ഞു. ആ കാണുന്ന സൂചികളിൽ നിന്ന് ദ്രാവക രൂപത്തിലുള്ള ഫോസ്ഫറസ് പ്രവഹിക്കുന്നുണ്ട്. അവൾ കസേരയിൽ വീണപ്പോൾ അവളുടെ ശരീരത്തിൽ ധാരാളം സൂചികൾ കയറിയിട്ടുണ്ട്. ആ കാണുന്ന കസേരകളിലെല്ലാം അവയുണ്ട്. എതിരാളികളെ ജീവനോടെ ദഹിപ്പിക്കുവാനുള്ള ഒരു വിദ്യയാണിത്, റോഷൻ ചക്രവർത്തി വിശദീകരിച്ചു. വരൂ, നമുക്ക് പുറത്തു കടക്കാം, ചീഫ് പറഞ്ഞു. അവർ പിന്തിരിഞ്ഞു. പക്ഷേ വാതിൽ അടഞ്ഞു കിടന്നിരുന്നു. ആ ഗുഹാമാർഗത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ വഴിയറിയാതെ അവർ പരിങ്ങി. അടുത്ത നിമിഷം ആ മുറിയിലുണ്ടായിരുന്ന വിളക്ക് അണയുകയും ചെയ്തു. കനത്ത കൂരിരുട്ട് അതിനുള്ളിൽ വ്യാപിച്ചു. പുഷ്പരാജ് ടോർച്ചെടുത്ത ശേഷം അത് തെളിക്കാതെ വെച്ചു. മിനിറ്റുകൾ കഴിഞ്ഞു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. പുഷ്പരാജ് വാതിൽക്കലെത്തി. ആ മുറിയിൽ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. അവർ പുറത്തു കടന്നു. ഹീരലാൽ എവിടെ? ആ മുറിയിലെല്ലാം പുഷ്പരാജ് തെരഞ്ഞു. യാദൃശ്ചികമായി
അദ്ദേഹത്തിന്റെ ദൃഷ്ടി പ്രതിമയിരുന്നിരുന്ന പീഠത്തിൽ പതിഞ്ഞു. ആദ്യം കണ്ടതിൽ നിന്നും ഒരു മാറ്റം ആ പ്രതിമയിൽ അദ്ദേഹം ദർശിച്ചു. "ആ പ്രതിമ നോക്കൂ," പുഷ്പരാജ് റോഷൻ ചക്രവർത്തിയോട് പറഞ്ഞു. റോഷൻ ചക്രവർത്തിക്ക് തന്റെ മനസ്സിന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ പുഷ്പരാജിന് എന്തോ സംശയം തോന്നി. പുഷ്പരാജ് ആ പ്രതിമയിലേക്ക് കണ്ണയച്ചു. അദ്ദേഹം പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് പ്രതിമയുടെ പീഠത്തിന്റെ നേർക്ക് നിറയൊഴിച്ചു. അടുത്ത തവണ കാഞ്ചി വലിക്കുവാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് തല ചുറ്റുന്നത് പോലെ തോന്നി. "ഇത് നീ ആയിരുന്നുവോ?" റോഷൻ ചക്രവർത്തി പ്രതിമയുടെ അടുത്തേക്ക് നീങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു കത്തി പ്രതിമയുടെ കാലിൽ തറച്ചു. അതുവരെ നിശ്ചലമായിരുന്ന പ്രതിമ പിടഞ്ഞെണീറ്റു. "കീഴടങ്ങുകയാണ് നല്ലത്." പുഷ്പരാജിന് ഉന്മേഷം വീണ്ടു കിട്ടി. അദ്ദേഹം റിവോൾവർ ചൂണ്ടി. "വേണ്ട, ഇനി അവൻ ഏകാഗ്രത ലഭിക്കില്ല," റോഷൻ പറഞ്ഞു. പ്രതിമയുടെ വേഷത്തിലിരുന്നിരുന്ന ഹീരാലാൽ പുഷ്പരാജിന്റെ പിടിയിലായി. "ഒരു നിമിഷം ഇവൻ എന്നെ പരീക്ഷിച്ചു," റോഷൻ പറഞ്ഞു. "കോടതിയിൽ ഹീരാലാലിന്റെ ടെലിപ്പതി മൂലം നടത്തിയ സംഭവങ്ങൾ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഫോസ്ഫറസ് ഉപയോഗിച്ച് ഡാലിയയും രജനിയെയും കൊന്നത് തെളിഞ്ഞു. അന്ന് നാം ശ്രമം നടത്തിയതുകൊണ്ടാണ് ഇത്ര വേഗം റോഷനിൽ സംശയം ജനിക്കുവാനുണ്ടായ സാഹചര്യം," ഡോക്ടർ സമദ് പറഞ്ഞു. "ശരിയാണ്, അയാൾ 2 തവണ അവിടെ വന്നിരുന്നു," ഡിറ്റക്റ്റീവ് സുധീർ പറഞ്ഞു. "അയാൾക്കെതിരായി ആരോ അവിടെ വന്നിട്ടുണ്ടെന്ന സംശയം ഹീരാലാലിനുണ്ടായി. രജനിയെ അയാൾ അവിടെ പറഞ്ഞയച്ചു. അന്ന് ആ പഴയ കൊട്ടാരത്തിൽ വെച്ച് താൻ ആദ്യം പോകുമെന്നും അതിനുശേഷം ബോംബ് എറിയണമെന്നും രജനിയോട് അയാൾ ആജ്ഞാപിച്ചിരുന്നു. സുധീർ കാറുമായി പോയപ്പോൾ അത് ഹീരാലാലാണെന്ന് കരുതിയാണ് അവൾ ബോംബ് പ്രയോഗിച്ചത്," പുഷ്പരാജ് വിശദീകരിച്ചു. "ഈ മാസ്മര ശക്തി ഉപയോഗിച്ച് അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമോ?" പുഷ്പരാജ് റോഷൻ ചക്രവർത്തിയോട് ചോദിച്ചു. "അയാളുടെ വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ആരുമായും അടുത്ത് സഹവസിക്കുവാനുള്ള സൗകര്യം നൽകാതിരുന്നാൽ മതി. ആരെങ്കിലുമായി ബന്ധപ്പെട്ടാൽ അവർ പുറത്തുപോയി കഴിഞ്ഞ് അവരെ സ്വാധീനിച്ച് അയാൾ പുറത്തു കടക്കുവാൻ ശ്രമിക്കും," റോഷൻ ചക്രവർത്തി പറഞ്ഞു. "അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്," ചീഫ് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരവും അവിശ്വസനീയവുമായ ആ കേസ് അവസാനിച്ചു. ഡെഡ്ലി ഹാർട്ട് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.